ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി, അതായത് ഇറിഗേഷൻ എഫിഷ്യൻസിയുടെ ബാക്കിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇറിഗേഷൻ ആൻഡ് വാട്ടർ യൂസ് എഫിഷ്യൻസി അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഇറിഗേഷൻ എഫിഷ്യൻസി എന്നും ഇറിഗേഷൻ എഫിഷ്യൻസിയുടെ കാറ്റഗറീസ് ആയിട്ട് 9 ഡിഫറെൻറ്റ് എഫിഷ്യൻസീസും നമ്മൾ കണ്ടു. അപ്പം അതിൻ്റെ ബാക്കിയായിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത ടൈപ്പ് എഫിഷ്യൻസിയാണ് ഫീൽഡ് വാട്ടർ യൂസ് എഫിഷ്യൻസി. Okay, field water use efficiency. It is the ratio of crop yield to the amount of water used in the field. Ratio of total crop yield കിട്ടി to the amount of water used in the field. എത്രത്തോളം വെള്ളം വാട്ടർ ഫീൽഡ് യൂസ് ചെയ്തു. ഓക്കെ, അത് തമ്മിലുള്ള റേഷ്യോ ആണ് ഫീൽഡ് വാട്ടർ യൂസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ വാട്ടർ യൂട്ടിലൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ET വെച്ചിട്ടാണ്, അതായത് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം വാട്ടർ യൂസ് എന്ന് പറയുമ്പം നമ്മൾ അപ്ലൈ ചെയ്ത വെള്ളത്തിൽ പല രീതിയിൽ വെള്ളം ലോസ് ആവും അല്ലേ. ഇവാപ്പോ ട്രാൻസ്പിറേഷൻ വഴി ലോസ് ആവും, ഡീപ്പ് പെർക്കുലേഷൻ വഴി ലോസ് ആവും, പിന്നെ പ്ലാന്റ് അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നതായിട്ടും വരും. സോ the amount of water used in the field ഏതൊക്കെ വരും, which include evapotranspiration, deep percolation and that water which is used in the plant metabolic processes. Since water used in the metabolic processes is very small, അല്ലേ, നമ്മൾ 100% വെള്ളം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 5% മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ മെറ്റബോളിക് പ്രോസസ്സിന് വേണ്ടി പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുള്ളൂ. ബാക്കി 95% ഇവാപ്പോ ട്രാൻസ്പിറേഷനായിട്ട് ലോസായി പോവുക അല്ലേ. അപ്പം ഇത് വളരെ സ്മോൾ ആയതുകൊണ്ട് നമ്മളതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഫീൽഡ് വാട്ടർ യൂസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ മാർക്കറ്റബിൾ ഈൽഡ്, നമ്മളുടെ ഫീൽഡിൽ നിന്നും നമുക്ക് കിട്ടിയ മാർക്കറ്റബിൾ ഈൽഡ് ഡിവൈഡഡ് ബൈ ദ വാട്ടർ യൂസ്ഡ് ഇൻ ET, ഇവാപ്പോ ട്രാൻസ്പിറേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്ത വാട്ടർ പ്ലസ് ഡീപ്പ് പെർക്കുലേഷന് വേണ്ടിയിട്ട് ഡീപ്പ് പെർക്കുലേഷൻ വഴി നഷ്ടപ്പെട്ട വെള്ളം, അതിനെയാണ് അത് ഇൻറ്റു 100, അതിനെയാണ് നമ്മൾ ഫീൽഡ് വാട്ടർ യൂസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു Y ഡിവൈഡഡ് ബൈ ET പ്ലസ് DP ഇൻറ്റു 100. അതാണ് ഫീൽഡ് വാട്ടർ യൂസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. Next is the deep percolation ratio. Deep percolation ratio, it is the loss of water through drainage beyond the root zone. It is reflected in the deep percolation ratio. Deep percolation ratio എന്ന് പറയുന്നത് വെള്ളം എത്രത്തോളം റൂട്ട് സോൺ കഴിഞ്ഞും എത്രത്തോളം വാട്ടർ ലോസ് ആയി പോയി എന്നുള്ളതാണ് നമ്മൾ ഡീപ്പ് പെർക്കുലേഷൻ റേഷ്യോ വെച്ച് കണ്ടുപിടിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡീപ്പ് പെർക്കുലേഷൻ റേഷ്യോ DPR ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ഡീപ്പ് പെർക്കുലേഷൻ, വെള്ളം ഡീപ്പ് പെർക്കുലേഷൻ വഴി എത്രത്തോളം വാട്ടർ നഷ്ടപ്പെട്ടു ഡിവൈഡഡ് ബൈ ദി വോളിയം ഓഫ് വാട്ടർ അപ്ലൈ ടു ദ ഫീൽഡ്. മൊത്തം അപ്ലൈ ചെയ്തതിൽ എത്രത്തോളം വെള്ളം ഡീപ്പ് പെർക്കുലേഷൻ വഴി നഷ്ടപ്പെട്ടു, എത്രത്തോളം വോളിയം ഡീപ്പ് പെർക്കുലേഷൻ വഴി നഷ്ടപ്പെട്ടു, അതാണ് ഡീപ്പ് പെർക്കുലേഷൻ റേഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ദി ടെയിൽ വാട്ടർ റേഷ്യോ. ടെയിൽ വാട്ടർ റേഷ്യോ, the losses of irrigation water from the irrigation system through surface runoff from the end of the field are indicated in the tail water ratio, TWR. ടെയിൽ വാട്ടർ റേഷ്യോ, ഇത് ടെയിൽ വാട്ടർ റേഷ്യോ ആണ്, ഡീപ്പ് പെർക്കുലേഷൻ റേഷ്യോ അല്ല, ടെയിൽ വാട്ടർ റേഷ്യോ ആണ്. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വെള്ളം, ഫീൽഡിൽ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുമ്പം ആ ഫീൽഡിൻ്റെ ഇങ്ങേ അറ്റത്തു നിന്നാണ് നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വെള്ളം അങ്ങേ അറ്റം വരെ എത്തും അല്ലേ, ഫീൽഡിൻ്റെ മറ്റേ അറ്റം വരെ എത്തും. അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ചിലപ്പം ആ ഫീൽഡിൽ നിന്നും ഒഴുകി പോകാനും സാധ്യതയുണ്ട് അല്ലേ, ടെയിൽ എൻഡിൽ നിന്നും ഒഴുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒഴുകി പോകുന്ന വെള്ളത്തിനെയാണ് നമ്മൾ ടെയിൽ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്രത്തോളം വെള്ളം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ടെയിൽ വാട്ടർ റേഷ്യോ വെച്ച് കണ്ടുപിടിക്കുന്നത്. സോ ദ ലോസസ് ഓഫ് ഇറിഗേഷൻ വാട്ടർ ഫ്രം ദ ഇറിഗേഷൻ സിസ്റ്റം ത്രൂ സർഫേസ് റൺ ഓഫ് വഴി ഫ്രം ദി എൻഡ്സ് ഓഫ് ദ ഫീൽഡ് എൻഡ്സിൽ നിന്നും സർഫേസ് റൺ ഓഫ് വഴി എത്രത്തോളം വെള്ളം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ടെയിൽ വാട്ടർ റേഷ്യോ വഴി കണ്ടുപിടിക്കുന്നത്. സോ ടെയിൽ വാട്ടർ റേഷ്യോ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സർഫേസ് റൺ ഓഫ് ഡിവൈഡഡ് ബൈ volume of water applied to the fields. Volume of surface runoff divided by volume of water applied to the fields. ഇതാണ് ടെയിൽ വാട്ടർ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഫിഷ്യൻസീസ് അല്ലെങ്കിൽ റേഷ്യോസ് that comes under the irrigation efficiency. അപ്പോൾ ഈ എഫിഷ്യൻസീസ് എല്ലാം പക്കയായെങ്കിൽ മാത്രമേ ഇറിഗേഷൻ എഫിഷ്യൻസി പക്കയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ എഫിഷ്യൻസീസ് എല്ലാം അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇറിഗേഷൻ സിസ്റ്റം ഏറ്റവും എഫിഷ്യൻ്റ് ആക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ഇറിഗേഷൻ ഇറിഗേഷൻ എഫിഷ്യൻസി. ഈ ഇറിഗേഷൻ എഫിഷ്യൻസിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ദി സോയിൽ ടെക്സ്ചർ. സോയിലിൻ്റെ ടെക്സ്ചർ. ഫൈനർ ദ സോയിൽ ടെക്സ്ചർ, ഹയർ ദി സർഫസ് റൺ ഓഫ്. നമ്മൾ നമ്മുടെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷനിൽ കണ്ടു അല്ലേ? ഫൈൻ സോയിൽ, അതായത് സാനിറ്റി സോയിൽ പോലുള്ള സോയിൽസ് ആണെങ്കിൽ എന്താ, സർഫസ് റൺ ഓഫ് ഭയങ്കരമായിരിക്കും. അപ്പോൾ ലെസ്സർ ദ ഡീപ്പ് പെർക്കുലേഷൻ ലോസസ്. അപ്പം സർഫസ് റൺ ഓഫ് ലോസസിനെ വെച്ച് നോക്കുമ്പോൾ ഡീപ്പ് പെർക്കുലേഷൻ ലോസസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. എവിടെ? കോഴ്സ് ഫൈനർ ടെക്സ്ചർ സോയിൽസിൽ. ഓക്കെ, and lesser the deep percolation losses compared with the coarse sandy soil. Sandy soil വെള്ളം ഫൈനർ സോയിൽ എന്ന് പറഞ്ഞാൽ ക്ലേ സോയിലാണ് ഫൈൻ സോയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോഴ്സ് സോയിൽസ് ആണ് സാൻഡി സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫൈൻ സോയിൽസിൽ ഹയർ സർഫസ് റൺ ഓഫ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതേസമയം സാൻഡി സോയിൽ വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേ മണ്ണിനടിയിലേക്ക് താങ്ങും അല്ലേ? അതാണ് ഡീപ്പ് പെർക്കുലേഷൻ ലോസസ് ആയിരിക്കും സാൻഡി സോയിലിൽ കൂടുതൽ. നെക്സ്റ്റ് വൺ ഈസ് ദി ലാൻഡ് ടോപ്പോഗ്രഫി. Irregular land surface, compact shallow soils reduces the irrigation efficiency. ഇറിഗേഷൻ എഫിഷ്യൻസി എങ്ങനെയുള്ള ലാൻഡ് ടൈപ്പ് ആയിരിക്കും? ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഫീൽഡ് എങ്ങനെയാണ്, ഇങ്ങനെ സ്ലോപ്പി ആണോ അതോ നിരപ്പായ ലാൻഡാണോ അതോ ഇച്ചിരി കുന്നും ചെരുവും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ലാൻഡാണോ? അപ്പം നമ്മുടെ ലാൻഡിൻ്റെ ടോപ്പോഗ്രഫി ഇറിഗേഷൻ എഫിഷ്യൻസിയെ ബാധിക്കും. ഇറഗുലർ ആയിട്ടുള്ള ലാൻഡ് സർഫസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇറിഗേഷൻ എഫിഷ്യൻസി കുറവായിരിക്കും. കോമ്പാക്ട് ഷാലോ സോയിൽസ് ആണെങ്കിലും ഇറിഗേഷൻ എഫിഷ്യൻസി കുറവായിരിക്കും. നെക്സ്റ്റ് ഇസ് ദ സ്ട്രീം സൈസ്. ഇറിഗേഷൻ എഫിഷ്യൻസി വിൽ ബി ലോ വിത്ത് സ്മോൾ ഓർ ടു ലാർജ് ഇറിഗേഷൻ സ്ട്രീംസ്. ഒരുപാട് വലിയ ഇറിഗേഷൻ സ്ട്രീമും ആവാൻ പാടില്ല, എന്നാൽ ഒരുപാട് ചെറുതാവാനും പാടില്ല. ഒരു മീഡിയം സൈസിലായിരിക്കണം എപ്പോഴും എന്തുണ്ടാവേണ്ടത്? സ്ട്രീം സൈസ്. ഇറിഗേഷൻ കൊടുക്കുന്ന സ്ട്രീമിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവലിൽ വേണം നിർത്താൻ. ഒത്തിരി കുഞ്ഞാവാനും പാടില്ല, ഒത്തിരി വലുതാവാനും പാടില്ല. ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ, എത്ര ഇറിഗേഷൻ കൊടുക്കുന്നുണ്ടെന്ന്, എപ്പോഴെപ്പോഴാണ് നമ്മൾ ഇറിഗേഷൻ കൊടുക്കുന്നത്? ഫ്രീക്വൻസി. Long irrigation runs and excessive single applications contribute to larger losses of irrigation water. ഓക്കെ, അതായത് നമ്മൾ ഇറിഗേറ്റ് ചെയ്യാവുന്ന വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ കുറേ നേരത്തേക്ക് അങ്ങ് തുറന്ന് വെച്ചിരിക്കുക. നമ്മുടെ ഫീൽഡ് ഇറിഗേഷൻ്റെ സമയത്ത് വെള്ളം കുറേ നേരത്തേക്ക് തുറന്ന് വയ്ക്കുന്നു. അങ്ങനെ വെള്ളം തുറന്നു വെച്ചാലും സിംഗിൾ ആപ്ലിക്കേഷനിൽ ഒരുപാട് വെള്ളം കൊടുത്താലും, ഒരു ദിവസമേ വെള്ളം കൊടുക്കുന്നുള്ളൂ, ആ സമയം നമ്മളൊരു 2 മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ വെള്ളം തുറന്നിട്ടിരിക്കാൻ വിചാരിച്ചു. ആ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാക്സിമം വെള്ളം എന്തായിരിക്കും സംഭവിക്കുന്നത്? നഷ്ടപ്പെടുകയാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇടവിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലോസസ് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ലോങ് ഇറിഗേഷൻ റൺസ് ആൻഡ് എക്സസീവ് സിംഗിൾ ആപ്ലിക്കേഷൻസ് കോൺട്രിബ്യൂട്ട് ടു ലാർജർ ലോസസ് ഓഫ് ഇറിഗേഷൻ വാട്ടർ. ഒരു പ്ലാന്റിന് ഒരു സമയം അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന വെള്ളം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് സോണിൽ അത്രയും വെള്ളം മതി. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ അല്ലെങ്കിൽ ഒരു 3 അവേഴ്സ് കഴിയുമ്പോൾ വീണ്ടും റൂട്ട് സോൺ കാലിയാവും. അപ്പോൾ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യും. പിന്നെ ഒരു 3 അവേഴ്സ് കഴിയുമ്പോൾ വീണ്ടും കാലിയാവും. അപ്പോൾ നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യും. അങ്ങനെ ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ ചിലപ്പോൾ കൂടുതലായിരിക്കും, എന്നാൽ ലോസസ് നമുക്ക് മിനിമത്തിൽ നിർത്താനായിട്ട് പറ്റും. ലോസ് മിനിമം ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇറിഗേഷൻ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദി, അപ്പോൾ ഇത്രയുമാണ് ഇറിഗേഷൻ എഫിഷ്യൻസിയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഉള്ളത്. നെക്സ്റ്റ് കമ്മിങ് ടു ദി വാട്ടർ യൂസ് എഫിഷ്യൻസി. വാട്ടർ യൂസ് എഫിഷ്യൻസി. ഓക്കെ, സോ water use efficiency എന്ന് പറഞ്ഞാൽ it is defined as the yield of the marketable crop produced per unit of water used in the consumptive use of water evapotranspiration. Okay, അപ്പം
മൊത്തം എത്ര ഈൽഡ് കിട്ടി, നമ്മൾ കൊടുത്ത വെള്ളത്തിൽ അവരെത്ര യൂട്ടിലൈസ് ചെയ്തു, അതിൽ നിന്നും എത്ര ഈൽഡ് കിട്ടി. അതാണ് ഈ വാട്ടർ യൂസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. പ്ലാന്റ്സ് എത്രത്തോളം വെള്ളം യൂട്ടിലൈസ് ചെയ്തു, അല്ലെങ്കിൽ യൂട്ടിലൈസ് എന്ന് വെച്ചാൽ അവർ എത്രത്തോളം വെള്ളം അബ്സോർബ് ചെയ്തു, അതിനാണല്ലോ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ വരുന്നത്. അപ്പം എത്രത്തോളം വെള്ളം പ്ലാന്റ്സ് കൺസ്യൂം ചെയ്തു, അതിൽ നിന്നും എത്രത്തോളം മാർക്കറ്റബിൾ ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്തു. ഇതിൻ്റെ റേഷ്യോ ആണ് വാട്ടർ യൂസ് എഫിഷ്യൻസിയിൽ നിന്നും. ഒരു യൂണിറ്റ് വെള്ളത്തിൽ നിന്നും എത്രത്തോളം ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി ആ പർട്ടിക്കുലർ ക്രോപ്പിന്. So WUE is the water use efficiency, which is expressed in kilogram per hectare centimeter, yield by kilogram per hectare, and evapotranspiration in centimeters. Okay. What are the factors affecting the water use efficiency? Water use efficiency affecting the factors ഏതൊക്കെയാണ്? First one is the nature of the plant, അല്ലെങ്കിൽ nature of the crop. There are considerable differences between plant species to produce a unit of dry matter per unit of water used, resulting in widely varying values of water use efficiency. അതായത് ഓരോ പ്ലാന്റ്സിലും ഒരു യൂണിറ്റ് ഡ്രൈ മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ വെള്ളം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പം നെല്ലിന് ഒരു യൂണിറ്റ് ഡ്രൈ മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം 10 ml വെള്ളം വേണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ 50 ml വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ പോലുള്ള ക്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിന് 10 ml മതിയായിരിക്കും അല്ലേ. അപ്പോൾ അത് ഓരോ ക്രോപ്പ് അനുസരിച്ച് ഈ വാട്ടർ യൂസേജ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ വാട്ടർ യൂസ് എഫിഷ്യൻസിയുടെ വാല്യൂസിലും വൈഡ് വേരിയേഷൻസ് കാണാനായിട്ട് പറ്റും. So there are also differences in the water use efficiencies between varieties of the same crop. ഒരു ക്രോപ്പിൻ്റെ തന്നെ വെറൈറ്റീസ്, ഇപ്പോൾ നെല്ലിന് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ജയ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, ജ്യോതി എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്, പിന്നെ അശ്വതി എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് അല്ലേ. ഈ സെയിം ക്രോപ്പ് ആണെങ്കിൽ തന്നെ പല വെറൈറ്റീസിന് വാട്ടർ യൂസ് എഫിഷ്യൻസി ഡിഫറെൻ്റ് ആയിരിക്കും. So the selection of proper crop with good rooting habits, low transpiration rates and improved energy consumption in the photosynthesis will increase the water use efficiency. അപ്പോൾ നമ്മൾ ക്രോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ സെലക്ട് ചെയ്യണം? നല്ല റൂട്ടിംഗ് ഹാബിറ്റുള്ള ക്രോപ്പ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ വെറൈറ്റി സെലക്ട് ചെയ്യുക. അതിന് ലോ ട്രാൻസ്പിറേഷൻ റേറ്റ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് എനർജി കൺസംഷൻ ഇൻ ഫോട്ടോസിന്തസിസിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന എനർജീനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ യൂസ് എഫിഷ്യൻസിയുടെ വാല്യൂ ഹയർ ആയിരിക്കും. എഫിഷ്യൻസി എപ്പോഴും കൂടി നിൽക്കണമെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഈൽഡ് അതിൽ നിന്നും കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മളെപ്പോഴും എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നത്. നെക്സ്റ്റ് ഈസ് ദി ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. നേച്ചർ ഓഫ് പ്ലാന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് ദി ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. വെതർ അഫക്ട്സ് ബോത്ത് ഈൽഡ് ആൻഡ് ഇവാപ്പോട്രാൻസ്പിറേഷൻ. ഈൽഡിനെയും ഇവാപ്പോട്രാൻസ്പിറേഷനെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ് വെതർ. ഇവാപ്പോട്രാൻസ്പിറേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ മൾച്ചിങ്, യൂസ് ഓഫ് ആൻറ്റി ട്രാൻസ്പിറൻസ് ടു എ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റ് ബട്ട് മേ നോട്ട് ബി എക്കണോമിക്കൽ ഓർ പ്രാക്ടിക്കൽ. അപ്പം നമ്മൾ ഇവാപ്പോട്രാൻസ്പിറേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മൾച്ചിങ് കൊടുക്കാം. മൾച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ പ്ലാന്റ്സ് നമ്മൾ ചെടിയുടെ അടിയിൽ ഇങ്ങനെ ചപ്പ് കൂട്ടിയിടുകയല്ലേ, ചവറ് കൂട്ടിയിടും. പിന്നെ ഈ ചെടികളൊക്കെ വെട്ടി അതിൻ്റെ നമ്മുടെ ചെടികളുടെയൊക്കെ ഇത് ചുവട്ടിലിടുമല്ലോ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇവാപ്പോട്രാൻസ്പിറേഷൻ, മണ്ണിൽ നിന്നുള്ള വെള്ളം ഇവാപ്പറേറ്റ് ആയി പോകുന്നതിൻ്റെ റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും വെള്ളം കൂടി ആ റൂട്ട് സോണിൽ അങ്ങനെയൊന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മൾച്ചിങ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആൻറ്റി ട്രാൻസ്പെറൻസ് ആയിട്ടുള്ള കുറേ കെമിക്കൽസ് ഉണ്ട്, അത് സ്പ്രേ ചെയ്യാം. പക്ഷെ അതെന്നൊക്കെ പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല, ബിക്കോസ് അത് ഒട്ടും എക്കണോമിക്കൽ അല്ല. ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇക്കണോമിക്കൽ അല്ല. മൾച്ചിങ് പിന്നെയും യൂസ് ചെയ്യാം, ആൻറ്റി ട്രാൻസ്പെറൻസ് ഒക്കെ ഒട്ടും എക്കണോമിക്കൽ അല്ല. Then, weed control is the most effective means of reducing evapotranspiration losses and increasing the amount of water available to the crop, thereby increasing the water use efficiency. അപ്പം നമ്മുടെ ഫീൽഡിൽ വീഡ് കൺട്രോൾ നല്ലപോലെ, വീഡ് എന്ന് വെച്ചാൽ കള നിയന്ത്രണം നല്ലപോലെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവാപ്പോട്രാൻസ്പിറേഷൻ വഴി ലോസായി പോകുന്ന വെള്ളത്തിൻ്റെ അംശം വലിയ തോതിൽ അത് കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ വാട്ടർ യൂസ് എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റും. Next is the soil moisture content.
സോയിലിലുള്ള മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ്. So, the inadequate supply of soil moisture as well as excess moisture supply to the crop have an adverse effect on the plant growth and productivity and are conducive to low water use efficiency. So, proper scheduling of irrigation will increase the water use efficiency. ഇപ്പോൾ സോയിൽ മോയ്സ്ചർ കണ്ടത് നമുക്ക് മണ്ണ് അല്ലെങ്കിൽ ആ ക്രോപ്പ് ഓൾറെഡി നല്ല വെള്ളത്തിലാണ് നിൽക്കുന്നത്, അതിനാവശ്യത്തിനുള്ള വെള്ളം അതിൻ്റെ റൂട്ട്സ് ആകുന്നുണ്ട്, പിന്നെയും നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൊടുക്കേണ്ട കാര്യം ഇല്ല. അത് പിന്നീട് ആ ക്രോപ്പിനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് നേരെ വിപരീതമായിരിക്കും അവിടെ സംഭവിക്കുന്നത്. നമുക്ക് പ്ലാന്റ് ഹെൽത്തി ആവണമെന്ന് പറഞ്ഞ് നമ്മൾ എന്നും വെള്ളം കൊണ്ടുപോയിരിക്കും, പക്ഷേ അവിടെ ഓൾറെഡി ആവശ്യത്തിന് വെള്ളമുണ്ട്. അങ്ങനെ ഒരുപാട് വെള്ളം ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? റൂട്ട്സ് ചെയ്യാനായിട്ട് തുടങ്ങും, അവിടെ ഡീക്കേയിങ് സംഭവിക്കും. അങ്ങനെ നമുക്ക് ആ പ്ലാന്റ് മൊത്തത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ മണ്ണറിഞ്ഞ് വെള്ളം കൊടുക്കണം. വളം ചെയ്യുന്നത് പോലെ തന്നെ മണ്ണറിഞ്ഞ് വെള്ളവും കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു വാട്ടർ യൂസ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഫെർട്ടിലൈസേഴ്സ്. ന്യൂട്രിയൻ അവൈലബിലിറ്റി is the highest for most crops when water tension is low. All available evidence indicates that under adequate irrigation, suitable fertilization generally increase yield considerably with a relatively small increase in evapotranspiration and markedly improves the water use efficiency. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെള്ളമുള്ള നമ്മൾ ആഡിക്വേറ്റ് ഇറിഗേഷൻ കൊടുക്കുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ഈൽഡ് നമുക്ക് ആ പർട്ടിക്കുലർ ക്രോപ്പിൽ നിന്നും കിട്ടും. അങ്ങനെ അത് ഇവാപ്പോട്രാൻസ്പിറേഷൻ കുറവുമായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വാട്ടർ യൂസ് എഫിഷ്യൻസി കൂട്ടാനായിട്ടും പറ്റും. ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ along with irrigation is more favorable. Next is the plant population. ഇതൊക്കെ വാട്ടർ യൂസ് എഫിഷ്യൻസി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആട്ടോ. ഇപ്പോൾ പ്ലാന്റ് പോപ്പുലേഷൻ, ഹയർ ഈൽഡ് പൊട്ടൻഷ്യൽ മെയ്ഡ് പോസിബിൾ ബൈ ഫേവറബിൾ വാട്ടർ regime provided by irrigation, the high soil fertility level resulting from heavy application of fertilizers and genetic potential of new varieties and hybrids could be achieved only with appropriate adjustments of the plant population. അതായത് നമ്മൾ ഒരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ക്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ക്രോപ്പ് ഒരു സെൻറ്റിൽ എത്ര പ്ലാന്റ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് പ്ലാന്റ് പോപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി എന്താ പറയുക, സ്റ്റാൻഡേർഡ് സ്പേസിംഗ് ഒക്കെ വെച്ച് ഓൾറെഡി ഫിക്സ്ഡ് ആണ് ആ പ്ലാന്റ് പോപ്പുലേഷൻ. ഇപ്പോൾ ചീര എത്രത്തോളം വേണം, അല്ലെങ്കിൽ ടൊമാറ്റോ ഒരു സെൻറ്റ് സ്ഥലത്ത് എത്രത്തോളം ടൊമാറ്റോ നടാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം കപ്പ നടാൻ പറ്റും എന്നുള്ളതൊക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പോൾ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റിൽ നിന്നും വെള്ളവും വളവും ബാക്കി കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. അത് ഒന്നെങ്കിൽ ആ മണ്ണിന് പിടിക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈൽഡ് ഈ ക്രോപ്പിൽ നിന്ന് കിട്ടത്തില്ല. സോ പ്ലാന്റ് പോപ്പുലേഷൻ എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ആ പ്ലാന്റ് പോപ്പുലേഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ പീസ് ഓഫ് ലാൻഡിൽ നിന്നും മാക്സിമം ഈൽഡ് കിട്ടത്തുള്ളൂ. Highest yield and water use efficiency is possible only through optimum levels of soil moisture regime, plant population and fertilization. മനസ്സിലായല്ലോ? എല്ലാം ഓപ്റ്റിമം ആയിരിക്കണം. എല്ലാം ഒന്നും കൂടാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. എല്ലാം അതിൻ്റെ കറക്റ്റ് അളവിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഹയസ്റ്റ് ഈൽഡും വാട്ടർ യൂസ് എഫിഷ്യൻസിയും കിട്ടത്തുള്ളൂ. ടൈപ്പ് ഓഫ് മെത്തേഡ് ഓഫ് ഇറിഗേഷനും വാട്ടർ യൂസ് എഫിഷ്യൻസിക്ക് അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ദ ഫീൽഡ് വാട്ടർ യൂസ് എഫിഷ്യൻസി ഈസ് ജനറലി ഗ്രേറ്റർ വിത്ത് സ്പ്രിങ്ക്ലർ ആൻഡ് ഡ്രിപ്പ് ഇറിഗേഷൻ. നമുക്കറിയാം അല്ലേ, വാട്ടർ യൂസ് എഫിഷ്യൻസി സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ വഴി കൊടുക്കുന്നതും ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കൊടുക്കുന്നതുമാണ് ഏറ്റവും നല്ലത്. കാരണം എഫിഷ്യൻസി ഹയസ്റ്റ് കിട്ടുന്നത് ഈ രണ്ട് മെത്തേഡ്സിനാണ്. ഓക്കെ, മെത്തേഡ്സ് ദാൻ സർഫസ് ഇറിഗേഷൻ മെത്തേഡ്. ഇനി എമംഗ് ദ വേരിയസ് സർഫസ് ഇറിഗേഷൻ മെത്തേഡ്സ്, WUE water use efficiency is highest with the furrow and border strip methods. സർഫസ് ഇറിഗേഷൻ മെത്തേഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ സർഫസ് ഇറിഗേഷൻ മെത്തേഡ്സ് ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൽ ഏറ്റവും ഇറിഗേഷൻ എഫിഷ്യൻസി കൂടുതലുള്ളത് ഫറോ ഇറിഗേഷനും ബോർഡർ സ്ട്രിപ്പ് ഇറിഗേഷനും ആണ്. ഓക്കെ, ഇപ്പം ഇത്രയുമാണ് ഇറിഗേഷൻ എഫിഷ്യൻസി ആൻഡ് വാട്ടർ യൂസ് എഫിഷ്യൻസി. ഇപ്പം ഇറിഗേഷൻ എഫിഷ്യൻസി എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ കാറ്റഗറീസ് പഠിക്കുക, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇറിഗേഷൻ എഫിഷ്യൻസിയെ അഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വാട്ടർ യൂസ് എഫിഷ്യൻസി, അതിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റ്